വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. 2011 മോഡൽ സിംഗിൾ ഓണറാണ് വണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തുള്ള വണ്ടി തന്നെയാണ്, ഇവിടെ നാട്ടിലുള്ള വണ്ടി തന്നെയാണ്. ഇത് 2019 മോഡല് ലിവ വി എന്നുള്ള ഓപ്ഷനാണ്. പെട്രോളാണ് വേരിയൻറ്റ്. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. ഇത് നമുക്കൊരു 2010 മോഡൽ ഇന്നോവയാണ്. 2010 വി ഓപ്ഷനാണ് വാഹനം വരുന്നത്. ഇത് ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 2030 വരെ ഫിറ്റ്നസ് അതുപോലെ ടാക്സ് കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്തിട്ടുള്ള വാഹനമാണ്. അടുത്ത വീണ്ടും മാരുതി തന്നെ സെലേറിയോ ഓട്ടോമാറ്റിക്കാണ്. 2017 മോഡലാണ് വാഹനം. ഇത് 2015 മോഡല് ഹോണ്ട ജാസ് VX എന്നുള്ള ഓപ്ഷനാണ്. വി എന്നുള്ള ഓപ്ഷനാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ കയറിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മോട്ടോ വേൾഡ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. 1.25 ലക്ഷം രൂപ മുതൽ 8-8.5 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നത്, എടുക്കാൻ കൊള്ളാവുന്നതായ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസുകളിൽ ഇത്തിരി വില കൂടിയ വണ്ടികളൊക്കെ ആയിരുന്നു എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടികളാണ്. പിന്നെ ഈ 8-8.5 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കുന്ന വണ്ടി എന്ന് പറയുമ്പം ഒരു ഇടത്തരം ഫാമിലിക്കാരനൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ നമ്മൾ മലപ്പുറം അങ്ങ് ഉള്ളിൽ കയറിയില്ല, ഈ ഇടപ്പാൾ വരെ വരുന്നോളൂ. ശാരീരികമായ വയ്യായ്മകളുണ്ട്, അതുകൊണ്ട് നമ്മൾ തിരിക്കുകയാണ്. അങ്ങോട്ട് തിരിച്ചു പോകുമ്പം ചില ആൾക്കാർ അപ്പം തരാമെന്ന് പറഞ്ഞ് ചില ഷോപ്പുകാരുണ്ട്. കിട്ടുവാണെങ്കിൽ അതെല്ലാം എടുത്ത് കാണിച്ചു തരാം. ഇനി മലപ്പുറത്തോട്ട് പോകാൻ വയ്യ, തിരിച്ചങ്ങ് നാട്ടിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം പോകുന്ന വഴിക്കൊക്കെ കിട്ടുന്ന എല്ലാ ഷോപ്പുകളെയും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും, തരുന്നുണ്ടെങ്കിൽ അതും പറയണമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ ഷെബി ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ, ഈ മോട്ടോ വേൾഡ് സംഭവം കറക്റ്റ് എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കിക്കോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഷബീബ്, മോട്ടോ വേൾഡിൽ നിന്നാണ്. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിന് ചങ്ങരംകുളം പോണ വഴിയിലാണ്. മാന്തട എന്നാണ് ഇവിടെ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്. എടപ്പാളിൻ്റെ അടുത്ത് തന്നെ, ലോക്കൽ നെയിമാണ്. ചങ്ങരകുളത്തിൻ്റെ എടപ്പാളിൻ്റെയും ഇടയിലായിട്ട് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് പിന്നെ കാണാൻ എളുപ്പമാണ്. ഏകദേശം 1.25 അവർ ഏകദേശം ഒരു 1.25 മുതലുള്ള വണ്ടികളുണ്ട് നമ്മൾ. ഞാൻ ഈ ഭാഗത്തോട്ട്, അതായത് എറണാകുളത്ത് ഇങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് എന്നോട് പലരും പറഞ്ഞുകൊണ്ട് സനുവെ തിരുവനന്തപുരം കൊല്ലമാണ് ഭയങ്കര വില എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വിലയുണ്ട് ഇവിടെ നിന്ന്. അപ്പം നിങ്ങൾ ഇപ്പം വരെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ബേസ് ചെയ്ത് കുറച്ചുകൂടിയൊക്കെ മാന്യമായ ഒരു വില പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്കെല്ലാം ലാസ്റ്റ് റേറ്റ് ഇട്ട് പറയാം. അത് മതി. എല്ലാവരും പറഞ്ഞ നെഗോസിയേഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. ആ കാണുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട, ലാസ്റ്റ് പ്രൈസ് അങ്ങ് പറ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മാക്സിമം കുറച്ചിടും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2017 മോഡൽ എസ്ക്രോസ് സീറ്റ എന്നുള്ള ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ആകെ 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. മേജർ അപാകത റീപ്ലേസ് ആവാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് 7,25,000 രൂപയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും മാറ്റി കൂടി വരുത്താം നമുക്ക്. അപ്പോഴും അത് എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ട്, അങ്ങനെ അപ്പോഴും അതിൽ എന്തെങ്കിലും റിഡക്ഷൻ വരുന്നുണ്ട് വിലയിൽ. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം. ഇത് 7,40 ഇവിടെ ശരിക്ക് ആസ്ക് ചെയ്തിരുന്നതാണ്. അതിലൊന്നും കൂടി കുറച്ച് പറഞ്ഞതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഏത് മോഡൽ ഏതായിരുന്നു? 2017 ഡീസലാണ്. ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി. ടയർ സൈഡാണെങ്കിലും അത്യാവശ്യം നല്ല ടയറുകൾ തന്നെയാണ്. ഓക്കെ, ഇതൊരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമോ? 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടി ബാക്കിയുള്ള. ഇത് 2019 മോഡല് ലിവ വി എന്നുള്ള ഓപ്ഷനാണ്. പെട്രോളാണ് വേരിയൻറ്റ്. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. കിലോമീറ്റർ ജെനുവിൻ ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. എഴുതി കൊടുക്കണല്ലേ, കിലോമീറ്റർ വരെ എഴുതി കൊടുക്കണല്ലേ. അല്ല, കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന്റെ ഗ്ലാസ് ഷോറൂമിൽ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാത്രം, മെയിൻ ഗ്ലാസ് മാത്രം. ബോണറ്റ് മറ്റു ഭാഗങ്ങൾക്കൊന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡുവൽ ടോൺ വരുന്നതാണ്. കമ്പനി ഡുവൽ ടോൺ ആണ്.
അല്ലല്ല ഈ ബ്ലാക്ക് അതന്നെ ഡുവൽ ടോൺ 2 കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ തന്നെ ഷേപ്പ് വരുന്നതാണ് കമ്പനി. അല്ല നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് പറഞ്ഞോണ്ടേ ചിലത് കേൾക്കാൻ വയ്യ വണ്ടികൾ പോകുമ്പോൾ ഉള്ള സൗണ്ടിൽ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് അല്ലേ? വേറെ ബോണറ്റ് ബമ്പർ അങ്ങനെ ഒന്നുമില്ല. വേറെ മറ്റു ഭാഗം കിട്ടും. എത്ര ചോദ്യം എത്രയാ ഇത്? നമ്മൾ 5.25 ആസ്ക് ചെയ്യണത്. എന്തായാലും ചെറിയ നെഗോസിയേഷൻസ് ഒക്കെ വരുത്താം. ആദ്യം പറഞ്ഞ ഈ പരിപാടിയിൽ ലാസ്റ്റ് വിലയാ പറയാൻ പോണേന്ന്. ലാസ്റ്റ് വില തന്നെയാണ്. നമ്മൾ 90 ചോദിക്കണാണ്. എന്നാലും നമ്മളൊരു കച്ചവടം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻസും കൂടി വരുത്തേണ്ടി വരും. വന്ന് കണ്ടു കഴിയുമ്പോൾ എന്തായാലും അതുണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര ഫൈനൽ പ്രൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണാൻ വരുന്ന ആൾ എന്തായാലും ഒന്ന് ഫൈനലൈസ് ചെയ്ത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് 2022 മോഡൽ സ്വിഫ്റ്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. 70,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. ഷോറൂമിൽ തന്നെ പീരിയോഡിക് സർവീസൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡൽ. 70,000 കിലോമീറ്റർ ഓടിയുള്ളത് 2ാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. VXA എന്നുള്ള ഓപ്ഷനാണ്. 70 ഓടിയോ? 70,000 ഓടി. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് ഒക്കെ വൃത്തിയായിട്ടാണ്. സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്താണ്. പിന്നെ സ്കേർട്ടിങ്ങും ബാക്കിലും സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്കേർട്ടും ബാക്ക് സ്കേർട്ടും ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ചോദ്യം എത്രയാ? ഇത് നമ്മൾ 6.40 ചോദിക്കുന്നത്. 6.40. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഒക്കെ ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? ഫുൾ ലോൺ നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും 6 ലക്ഷം വരെയൊക്കെ എന്തായാലും കിട്ടും, ചെയ്യാൻ പറ്റും. ഒരു 40 രൂപയൊക്കെ നമുക്ക് ഇറക്കാം. ഇനിയിപ്പോൾ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മേലേക്കും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റേക്കില്ല. ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. അതാ വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. 2011 മോഡൽ സിംഗിൾ ഓണറാണ് വണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തുള്ള വണ്ടി തന്നെയാണ്. നിങ്ങളുടെ നാട്ടിലത്തുള്ള വണ്ടിയാണ്. അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. 91,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിലെന്താ വെച്ചാൽ 2011 തന്നെ 11 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു ക്വാളിറ്റി. 91 ഓടിയില്ലേ? 91 ഡീസലല്ലേ? ഡീസൽ VDI എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ അപാകതകളും മറ്റു പ്രശ്നങ്ങളോ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ക്ലീനാണ് വണ്ടി. ടയേഴ്സൊക്കെ അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇവിടെ ഒരു ചെറിയ ബെൻഡ്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. പിന്നെ കളർ ഫേഡിൻ്റെതായ ചെറിയൊരു ഇതുണ്ട്. ഈ ഡിക്കി മാറിയതല്ല, ശരിക്കും പറഞ്ഞാൽ പെയിന്റ് കയറിയിട്ടില്ല. ഈ ഒരു കളർ ആവുമ്പോൾ ചെറിയൊരു ഫെയ്ഡ് വരും. അങ്ങനെ ഫെയ്ഡ് വന്നിട്ടുള്ളതാണ്. ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പെയിന്റ് ഒന്നും കയറിയിട്ടില്ല. എത്ര ചോദ്യം എത്രയാ? ഇത് നമ്മള് 2,65,000 രൂപയാണ് എക്സ്പെക്ടേഷൻ. അല്ലാത്ത പക്ഷം വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു പെയിന്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ, വണ്ടി വൃത്തിയുണ്ട് കാണാൻ. അങ്ങനെ സിംഗിൾ ഓണർഷിപ്പാണ്. അതുപോലെ ഓട്ടം കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി 2011 വണ്ടിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ വളരെ കുറവാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറയും. സ്വിഫ്റ്റിൻ്റെ തന്നെ ഡിസയറാണ്. 2016 മോഡല്. ഇതും കിലോമീറ്റർ വളരെ കുറവാണ്. 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപാകത റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ടയേഴ്സ് ആണെങ്കിൽ 4 ടയേഴ്സും പുതിയതുണ്ട്. അപ്പോളോണ്ട് തന്നെ 4 ടയറും പുതിയ ടയേഴ്സാണുള്ളത്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? എങ്ങനെ? കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? എല്ലാ വണ്ടിയുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ വണ്ടിയുടെ കിലോമീറ്റർ 100% ജെന്യൂനാണ്. നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. മറ്റെന്ത് ചെക്കപ്പ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബോഡിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ. നല്ല നമ്പറാണ് വാങ്ങിച്ചത്. 2626 എന്നുള്ള നമ്പർ. എത്ര ചോദ്യം? ഇത് നമ്മൾ 5,15,000 രൂപ. 5,15,000 രൂപ. അപ്പോൾ ഒരു 15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, അതോ 15 രൂപ കുറയ്ക്കുമോ? എങ്ങനെയാണ്? എന്തായാലും കസ്റ്റമർ വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അഡ്ജസ്റ്റ് കൊടുക്കും. സ്വിഫ്റ്റ് തന്നെയാണ്. വീണ്ടും 2017 മോഡല് VXA ആണ്. ഷേപ്പിൽ പെട്രോളാണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 71,000 കിലോമീറ്ററാണ് അത് ഓടിയിട്ടുള്ളൂ. ഇതിലും അപാകതകളും റീപ്ലേസാണ്. അങ്ങനെ മേജർ ആക്സിഡൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 100% ജെന്യൂനാണ്. സീറ്റ് കവറും കാര്യങ്ങളും അതുപോലെ റിവേഴ്സ് ക്യാമറ ചെറിയ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉള്ള മോഡലല്ല അല്ലേ? അതെ, VXA എന്നുള്ള ഓപ്ഷൻ.
പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. ആ 4 ഡോർ പവർ വിൻഡോ, മിറർ ഫോൾഡ് വരും ഇതിൽ. 14 ശേഷമുള്ള മോഡലിന് ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു പൊട്ടലുണ്ടല്ലോ, ഇത് ടൈലറിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ ഡെലിവറി ടൈമിലൊക്കെ കസ്റ്റമർക്ക് മാറി കൊടുക്കാം. ചെറിയ ക്രാക്ക് മാത്രമേ ഉള്ളൂ. എത്ര ചോദ്യം എത്രയാ? ഇത് 4,90,000 രൂപയാണ് ചോദ്യം. അതിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഒരു 1 വീക്ക് എന്തോ ആയിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഒരു 4.5 ലക്ഷം വരെയൊക്കെ ലോണൊക്കെ അവൈലബിൾ ആയി കിട്ടും. ഓക്കെ, 4.5 വരെയൊക്കെ ലോണ് 40-50 രൂപയൊക്കെ വണ്ടി ഇറക്കാൻ. വീണ്ടും സ്വിഫ്റ്റ് തന്നെയാണ്. 2017 മോഡല്. 17 VDI ആണ് ഓപ്ഷൻ. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. ഡീസൽ വണ്ടി കിലോമീറ്റർ വളരെ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. 71,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല സീറ്റ് കവർ എങ്ങനെ വലിയ കിലോമീറ്റർ ഓടാത്ത വണ്ടികൾ മാത്രം എടുത്തിട്ട് ഓൾമോസ്റ്റ് വണ്ടികൾ കിലോമീറ്റർ കുറവായിരിക്കും. ഇതിൽ തന്നെ കിലോമീറ്റർ കുറച്ചൊരു 1ന്റെ മേലുള്ള ഒരു വണ്ടി കൂടി വരാണ്ട്. അല്ല, ഞാൻ ഈ കിലോമീറ്ററിന്റെ കാര്യം ഇങ്ങനെ ജെനുവിനാണോ ചോദിക്കുന്ന പറഞ്ഞാൽ ഈ ഡീസൽ വണ്ടിയിൽ 70-80 ആ റേഞ്ചിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് പറയുന്നത്. അതെ അതെ, ഓൾമോസ്റ്റ് നമ്മൾ കിലോമീറ്റർ നോക്കി കുറവുള്ള നോക്കിയിട്ടാണ് കൂടുതലും കൊടുന്നിടാറ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇത് ഒറിജിനലാണോ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിയിലാകുമ്പോൾ കുറച്ചുകൂടി ഫിറ്റിങ്സ് ഉണ്ട്. സ്പോയിലർ ആണെങ്കിലും അതുപോലെ ന്യൂ ഷേപ്പ് ZDI+ന്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയ് തന്നെ ന്യൂ ഷേപ്പ് ZDI+ന്റെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂളിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്നുള്ള വണ്ടിയാണ്. ഓക്കെ, ചോദ്യം എത്രയാണ്? ഇത് നമുക്ക് 5,40,000 ചോദ്യം. 5,40,000. പുതിയ GST നിയമം പ്രകാരമൊക്കെ ഉള്ള പുതിയ കാറിന് എന്താ പറയുക, ന്യൂ കാർ ഡീസൽ ഇറങ്ങാത്തതുകൊണ്ട് ആ ഡീസൽ വണ്ടിയുടെ മാർക്കറ്റ് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു കിലോമീറ്റർ കൂടുതലുള്ളതാണ്. അധികമൊന്നുമില്ല. 1,16,000 കിലോമീറ്റർ. 2017 LDI ഓപ്ഷൻ എന്നുള്ള വണ്ടിയാണ്. LDI ഓപ്ഷനായതുകൊണ്ട് 2 ഡോർ പവർ വിൻഡോ അതുപോലെ സെൻട്രൽ ലോക്കും കമ്പനി വരുന്നുണ്ട്. അതുപോലെ ഈ ഷേപ്പിലുള്ള ZDIന്റെ അലോയിൽ ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിൽ മ്യൂസിക് സ്റ്റാൻഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതെ, ആൻഡ്രോയിഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ഗ്ലാസ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഉണ്ട്. അതിന് ഹിസ്റ്ററി ഉണ്ട്. മറ്റേ അപാകതകളൊന്നുമില്ല. ടയറാണെങ്കിലും 4 ടയറും അത്യാവശ്യം നല്ല ടയർസ് തന്നെ ഉണ്ട്. വേറെ അപാകതകൾ പറഞ്ഞിട്ടില്ല. ഗ്ലാസ് മാത്രമേ പോയിട്ടുള്ളൂ. ഗ്ലാസിൻ്റെ ചേഞ്ച് ഉണ്ട്. അത് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ 4,90,000 ആസ്ക് ചെയ്യുന്നത്. 4,90,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഇത് ഡീസലല്ലേ? ഡീസൽ LDI ഓപ്ഷനിലാണ്. 1 ലക്ഷം കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ അത് മേജറൊക്കെ ചെയ്തിട്ടുള്ള സർവീസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 2010 മോഡൽ ഇന്നോവയാണ്. 2010 V ഓപ്ഷനാണ് വാഹനം വരുന്നത്. ഇത് ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 2030 വരെ ഫിറ്റ്നസ് അതുപോലെ ടാക്സ് കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഈ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോയ്സും അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് AC സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ കമ്പനി തന്നെ ചെയ്തു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. മേജർ അപാകത റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓണർ ആയിരുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2ാമത്തെ ഓണർഷിപ്പിൽ നമ്മൾ പേരിൽ തന്നെ ആക്കിയിട്ടുണ്ട് വാഹനം. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. നല്ല നീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. മറ്റേ അപാകതകളോ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് മോഡലായിരുന്നു? 2010 മോഡല്. 10. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നീറ്റായിട്ടിരിക്കുകയാണ്. ടോപ്പൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട്, അഴുക്കൊന്നുമില്ല. ആ രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓൾറെഡി വണ്ടിക്ക് കൊള്ളാം. ഡോർ പാഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ഓപ്ഷനിലാണ് ഇങ്ങനെ ക്രോം ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്രോം ഹാൻഡിൽ അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോള്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് അതുപോലെ ഇവിടെ വുഡൻ ആണ് വരും. ഓട്ടോ ക്ലൈമറ്റ് AC. ഓക്കെ, ചോദ്യം എത്രയാണ്? ഇത് നമുക്ക് 5,90,000 രൂപയാണ് ചോദ്യം. 5,90,000 എന്ന് പറയുമ്പോൾ ഇത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടാൻ സാധ്യത കുറവാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ കൊണ്ടുവരുന്ന ആൾ വാങ്ങിക്കാൻ വരുന്ന ആൾ ഫുള്ള് പേയ്മെൻറ്റ് കൊണ്ടുവരേണ്ടി വരും മിക്കവാറും. അടുത്ത നമുക്കൊരു വാഗനർ ഓട്ടോമാറ്റിക് ആണ്. 2022 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ് വാഹനം ഉള്ളത്. 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിലും അപാകതകളൊന്നുമില്ല. കറക്റ്റ് മാരുതിയിൽ തന്നെ സർവീസുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്കാണ്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്കാണ്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വാഹനം. റീപ്ലേസ് എന്തെങ്കിലും? ഒരു റീപ്ലേസും ഇല്ല.
സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. പിന്നെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ആ രീതിയിലൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്രയാ? നമ്മൾ 5,80,000 ചോദിക്കണത്. 5,80,000. ഏത് മോഡലാ? 2022. 22. 22 വാഗ്നർ ഓട്ടോമാറ്റിക്. അത്യാവശ്യം പുത്തൻ. 5.5 വരെയൊക്കെ ലോണ് കയറും. ഓക്കെ. 5ന്റെ മേലെ 5.5യുടെ ഉള്ളിലായിട്ട് ലോണ് കയറും. നമുക്ക് മാഗ്നൈറ്റ് ആണ്. 2022 12-ാം മാസം വണ്ടി ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. XC എന്നുള്ള ഓപ്ഷനാണ്. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പാണുള്ളത്. അതിൽ നമുക്ക് ഇത് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം വരാത്ത വാഹനമാണ്. അതിൽ നമ്മൾ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലിപ്പ് കീ ആക്കിയിട്ട് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മേജർ റീപ്ലേസ്മെൻറ്റ് അപാകതകളോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വാഹനം. ടയർ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ടയർസാണ് ഉള്ളത്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടില്ല. കമ്പനി വരുന്ന സീറ്റ് തന്നെയാണ്. ഓക്കെ. ബോഡി ബേസ് ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദ്യം? എത്രയാണ്? ഇത് നമ്മൾ 5 ലക്ഷമാണ് ചോദ്യം. 5 ലക്ഷം. ഇത് മാഗ്നറ്റ് ഇറങ്ങിയപ്പോൾ എന്തോ ആണ് വില? എന്താ പറഞ്ഞേ? ഇത് ഈ മോഡൽ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? ഇത് 7ന്റെ മേലുണ്ട്, 8ന്റെ ഉള്ളിലായിട്ട് ഉണ്ട്. എക്സ്ട്രാ ആക്സറീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. 2020 മോഡല് 1 ലിറ്റർ ടർബോ മാനുവലാണ്. GTTSI മാനുവൽ ഓപ്ഷനാണ് വണ്ടി. 1 ലിറ്ററിൽ മാനുവലാണ് വരുന്നത്. കുറച്ച് റയറായിട്ട് ഇറങ്ങിയിട്ടുള്ള വാഹനമാണ്. 65,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഹൈലൈൻ പ്ലസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ പറയാം. എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ക്രൂയിസ് കൺട്രോള്, അതുപോലെ ഓട്ടോ വൈപ്പർ ഉണ്ടാവും, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സ്റ്റിയറിംഗ് കൺട്രോള്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. ഒട്ടുമുക്ക വണ്ടി സെക്കൻഡ് ഓൾമോസ്റ്റ് സെക്കൻഡ് ആയതാ. അതുപോലെ അലോയ്സ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ട് കളർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ്. വേറെ പറയത്തൊക്കെ GTTSI ഓട്ടോമാറ്റിക്കിന്റെ അതേ പ്രൈസ് റേഞ്ചിൽ അതേ റേറ്റിൽ വന്നിരുന്ന തന്നെയാണ് GTTSI മാനുവലും. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 7,25,000 രൂപയാണ്. 50-60 ആ റേഞ്ചിന് ഇറക്കാം. ഇത് 7 ലക്ഷം വരെ ലോൺ കയറുന്നതാണ്. കിട്ടും. ചെറിയ ഉണ്ടെങ്കിൽ ഇറക്കാം, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അടുത്തത് 2019 മോഡല് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. VDI ആണ്. ഈ ഷേപ്പിലെ സ്വിഫ്റ്റ് 2018, 19, 20 സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. 28 കിലോമീറ്റർ കമ്പനി മൈലേജ് പറഞ്ഞാണ്. ഏകദേശം ഒരു 25 കിട്ടാറുണ്ട്. 25 കിട്ടാറുണ്ട്. കിട്ടും. ഹൈവേസിലൊക്കെ 25 കിട്ടാറുണ്ട്. 22 നോർമൽ കിട്ടാറുണ്ട്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. അല്ല, ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചല്ലേ? ആൻഡ്രോയിഡ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള. ഓക്കെ. കിലോമീറ്റർ ജെനുവിൻ 75 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ആയിട്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റുണ്ട്. അഫ്രോൺ സൈഡ് കംപ്ലൈൻറ്റ്സ് വരുന്ന രീതി വല്ല പ്രശ്നമുണ്ടോ? എങ്ങനെ? അഫ്രോൺ സൈഡ് ഇല്ല, ഉള്ളിലേക്കൊന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയില്ല. ഓക്കെ. മേജർ ആപ്രോണിന്റെ ഉള്ളിലേക്ക് വർക്ക് ഉള്ളത് ഒന്നാമത് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. കസ്റ്റമർ വന്നാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ. പിന്നെ മേജർ ആയിട്ട് ഇഷ്യൂസ് ഉള്ള വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യണമില്ല. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് നമ്മൾ 6,30,000 രൂപയാണ് ചോദ്യം. നേരത്തെ നമ്മൾ കണ്ട 2010 ഇന്നോവ V ആണ്. ഇത് 2012 V ഓപ്ഷനിൽ വരുന്ന വാഹനം തന്നെയാണ്. ടൈപ്പ് 3 വന്ന് ടൈപ്പ് 4 അത് ബമ്പർ ഗ്രില്ല് മാത്രം കൺവേർട്ട് ചെയ്തിട്ട് ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. V ഓപ്ഷനിലാണ് വരുന്നത്. ഡോർ പാഡ്, സീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതും V ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓപ്ഷൻസ് വരുന്നതാണ്. ഓട്ടോ ക്ലൈമറ്റ് AC, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോള് എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരള. നമ്മൾ ഒറിജിനൽ കേരള വണ്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്പർ നല്ല നമ്പറാണ്. ഗുരുവായൂർ രജിസ്ട്രേഷനിലാണ്. 2020 ആണ് നമ്പർ വരുന്നത്. ഇതിൽ റീപ്ലേസ്മെന്റ് മറ്റു അപാകതകളൊന്നുമില്ല. തേർഡ് ഓൺഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത്. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ അത്ര ബോധറിയില്ല. അത്ര കിലോമീറ്റർ കിട്ടണം. ഇന്നോവ പ്രത്യേകിച്ച്. എന്തെങ്കിലും പറയാൻ അപാകതകളൊന്നുമില്ല. ടോപ്പ് ബ്ലാക്ക് വല്ലാണോ? ഇല്ല, ടോപ്പ് തന്നെയാണ്. സ്പോയിലറാണ് ബ്ലാക്ക്. ഓക്കെ. അത് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്, ബ്ലാക്ക് അടിച്ചോന്ന് അറിയാനേ.
ഓക്കെ, എത്ര ചോദ്യം എത്രയാ? ഇത് നമുക്ക് ഒരു 8,50,000. ഒറിജിനൽ കേരളയാണ്. വി ആണ് ഓപ്ഷൻ. വി ഓപ്ഷൻ. ഗ്രില്ല് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഗ്രില്ലും ബമ്പറും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. അത് 2015 ഇതിൻ്റെ ബലേനോ ആണ്. ആൽഫ എന്നുള്ള ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പിനാണ് വാഹനമുള്ളത്. ആൽഫ ആയതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ അല്ലേ. ഓട്ടോ ഹെഡ് ലാമ്പ്, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോള്, സ്ക്രീനുള്ള സിസ്റ്റം ഉണ്ട്. ഓട്ടോ ഫോൾഡിങ് മിറേഴ്സാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വാഹനമാണ്. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, അതുപോലെ ഇതിൻ്റെ ഡോർ പാഡുമ്പത്തെ ഇതും റെക്സിൽ തന്നെ സീറ്റ് കവറിൻ്റെ അതേ ക്ലോത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം. ഇത് 20 അബവ് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. പെട്രോൾ അല്ലേ? ഡീസലാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഒന്നിൻ്റെ മേലെ ഓടിയ എല്ലാ വണ്ടിയുടെ മേജർ കഴിഞ്ഞതാണ്. ഓക്കെ, എത്ര ചോദ്യം എത്രയാ? ഇത് നമ്മൾ 5,50,000 ചോദ്യം. ഓക്കെ, ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഇത് 2014 മോഡല് ഡാറ്റ്സൻഗോ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 87,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സ്വാഭാവികത റീപ്ലേസ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നുകൂടി പെർഫോമൻസ് ഉണ്ടാവും. ഓണർഷിപ്പ് എത്രയാണ്? രണ്ടാമത്തെ ഓണർഷിപ്പിലാണ്. 87,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. നല്ല നീറ്റാണ്. ലോ ബഡ്ജറ്റിൽ കാറ്റഗറിയിൽ കുറച്ചൊരു സൗകര്യമുള്ള ഒരു ലോ ബഡ്ജറ്റ് കാറ്റഗറിയാണ്. അതെ, ഇത് നമുക്കൊരു 1,75,000 രൂപ കൊടുക്കാം. 1,75,000. ഒരു 1.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മൈലേജ് എന്താണ്? മൈലേജ് ഒരു 15-20 ഉള്ളിലാണ് കിട്ടുക. പെട്രോൾ അല്ലേ? വണ്ടി ഓവറോൾ കൊള്ളാം. വണ്ടി കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, അപാകതകളായിട്ട്. വേറെ റീപ്ലേസോ അങ്ങനെ ഒരു റീപ്ലേസും ഇല്ല. അടുത്തത് മാരുതിയുടെ തന്നെ ബലേനോ ആണ്. ബലേനോ ഓട്ടോമാറ്റിക് ആണ്. ഡെൽറ്റ ഓട്ടോമാറ്റിക് 2017 മോഡലാണ്. ഈ ഷേപ്പിലുള്ള ബലേനൊക്കെ CVT ഓട്ടോമാറ്റിക്കാണ് വന്നുള്ളത്. ഇപ്പോൾ ന്യൂ ഷേപ്പിൽ വന്നതിന് ശേഷം AGS ആയിട്ടുണ്ട്. കുറച്ചുകൂടി പെർഫോമൻസ് ഉള്ള കാറ്റഗറിയാണ് ഈ ബലേനോ ഓട്ടോമാറ്റിക്. 17 മോഡലാണ്. 75,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. അപ്പോൾ അകത്തുള്ള റീപ്ലേസ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 5,90,000 രൂപയാണ്. പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും? നമുക്ക് എന്തായാലും ആവശ്യമുള്ള ആളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ആ രീതിയിലൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ബോഡിയൊക്കെ നല്ല രീതിയിലായിരിക്കുന്നത്. ടയേഴ്സിൻ്റെ ഒക്കെ കണ്ടീഷൻ ആവറേജ് ലെവലിലാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അടുത്ത വീണ്ടും മാരുതിയുടെ തന്നെ സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ് വാഹനം. ഇതിലും അപാകതകളോ റീപ്ലേസും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? രണ്ടാമത്തെ ഓണർഷിപ്പാണ്. ഇതിനുണ്ട്. അത് ഞാൻ സത്യത്തിൽ വെറുതെ ചോദിക്കുകയാണോ? സെക്കൻഡ് പറയാണല്ലോ. അല്ല, എല്ലാത്തിനും സെക്കൻഡ് ആണല്ലോ. ഓൾമോസ്റ്റ് ഒക്കെ സെക്കൻഡ് ആണുള്ളത്. ഫസ്റ്റ് ഉണ്ട്. നമ്മളെ ഫസ്റ്റ് തേർഡ് ഓണർഷിപ്പ് വരെയുള്ള വാഹനങ്ങൾ ഇവിടെ ഉള്ളൂ. തേർഡ് ഓണർഷിപ്പ് തന്നെ വളരെ 1-2 വാഹനങ്ങളേ ഉള്ളൂ. കൂടുതലും സെക്കൻഡും ഫസ്റ്റും ആയിരിക്കും. അതിപ്പോൾ ഞാൻ എടുത്തതിനകത്തും തോന്നിയ സെക്കൻഡാണ് പറയണത്. ഓൾമോസ്റ്റ് സെക്കൻഡ് ആണല്ലേ. ഇത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ. അപാകതകളോ റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉണ്ട്. എത്ര ചോദ്യം? എത്ര? 4,25,000 രൂപയാണ് ചോദിക്കുന്നത്. 2017 മോഡൽ. 17 സെലേറിയോ VXi ഓട്ടോമാറ്റിക്. ഇത് ആൾട്ടോ 800 2014 മോഡലാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം. ഇതിലും അപാകതകളോ റീപ്ലേസ് മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. മേജർ ആക്സിഡൻറ്റ് ഒന്നുമില്ല. ടയേഴ്സൊക്കെ പുതിയതാണോ ഫ്രണ്ടിൽ കിടക്കണേ? ടയർ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണറാണ്. എത്ര ചോദിക്കുന്നത്? എത്രയാ? ഇത് 2,15,000 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പുത്തൻ ടയറാണല്ലേ? ഈ ബാക്ക് ടയറും പുത്തനാണല്ലോ. നല്ല ടയറാണ്. ഓക്കെ, ഈ വണ്ടി ഫുൾ ലോൺ കയറാൻ പറ്റുന്ന ഒരു വണ്ടിയാണോ? ഇത് ഒരു 2 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്യാം. ഒരു 15 രൂപ എന്തായാലും കാണേണ്ടി വരും. ഇത് 2015 മോഡല് ഹോണ്ട ജാസ് VX എന്നുള്ള ഓപ്ഷനാണ്. V എന്നുള്ള ഓപ്ഷനാണ്. 58,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 4 ടയറും അത്യാവശ്യം നല്ല ടയേഴ്സ് തന്നെ വരുന്നത്. എക്സ്ട്രാ ചെയ്ത് പെട്രോളാണ്. ഓണർഷിപ്പ് എത്രയാണ്?
സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ. ഓട്ടോ ക്ലൈമറ്റ് AC കാര്യം സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ വരുന്നതാണ്. ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ഉണ്ട്. ഒരു 15 മൈലേജ് ആണുള്ളൂ. 15 മൈലേജ് ഉണ്ടാവും. ഇതിൽ ശരിക്കും സീറ്റിന്റെ ബാക്കിലൊക്കെ സ്ക്രീൻ അവർ വണ്ടി എടുത്ത സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇത് എനേബിൾ ചെയ്യാണ്ട് വണ്ടി നിർത്തിയിട്ട് പോണ ഒരു പ്രവാസി കസ്റ്റമർ ആയതുകൊണ്ട് അവർ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഉപയോഗിക്കുന്ന ഒരാൾക്ക് എനേബിൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ. ടയറൊക്കെ അത്യാവശ്യം ടയർ സെറ്റപ്പ് ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ ആണില്ല. ഓറഞ്ച് കളർ അല്ലേ? അതെ, വെറൈറ്റി കളർ. ഞാൻ ജാസിൽ ഇതുവരെയും കണ്ടിട്ടുമില്ല. കൊള്ളാം, വൃത്തിയുണ്ട്. എത്ര ചോദ്യം? എത്ര? ഇത് നമ്മൾ 4,80,000 രൂപയാണ് ചോദ്യം. 4,80,000. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വി എന്നുള്ള ഓപ്ഷനാണ്. ഇത് ഹ്യുണ്ടായി i10 മാഗ്ന ആണ്. 2009 മോഡലാണ്. 2029 വരെ പേപ്പേഴ്സ് ഉണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. മേജർ അപാകതയുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ സ്റ്റീല് ഇളക്കിയിരിക്കുകയാണല്ലോ സെറ്റ്. അത് നമുക്ക് പുതിയ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഉള്ള സെറ്റ് കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയതാ. കസ്റ്റമർ ഉപയോഗിച്ചാണ്. പാർക്ക് ആൻഡ് സെയിലുള്ള വാഹനമാണ്. ഓക്കെ. സീറ്റ് കവറൊക്കെ കൊള്ളാം, ചീത്തയായിട്ടൊന്നുമില്ല. ടയേഴ്സ് ആവറേജ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്രയാ ഇത്? നമുക്കൊരു 1,20,000 രൂപ കൊടുക്കാം. 1,20,000. ഓക്കെ. ഇതിന് ലോൺ സൗകര്യങ്ങൾ കിട്ടത്തില്ല. 2009 ലോൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2009 ആയതുകൊണ്ട് നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത് ഇനി പേപ്പർ എത്ര ആളുടെ ഉണ്ട്? 29 വരെ ഉണ്ട്. 2009, 2029 വരെ ഉണ്ട്. 2024 പുതിയ പേപ്പേഴ്സ് എടുത്തില്ല. ഓക്കെ. ഇത് 2014 മോഡല് ഹ്യുണ്ടായി i20 ഡീസൽ ആസ്റ്റ ഓപ്ഷനിലാണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇതിൽ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 20 അബവ് മൈലേജ് എന്തായാലും ഉണ്ടാവും. 1.4 ആണ് വരുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ. അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും. ഇത് പെയിന്റ് അല്ലല്ലോ? പെയിന്റ് അല്ല, അത് റാപ്പ് ചെയ്തില്ല. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോള്, ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങളൊക്കെ മാനുവലാണ് അല്ലേ? മാനുവലാണ്. ഡീസലിൽ അതിന് ഓട്ടോമാറ്റിക്കോ i20 ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഡീസൽ മാനുവൽ മാത്രമേ വന്നിട്ടുള്ളൂ. പെട്രോളിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. AC ഒക്കെ വരുന്ന മോഡലിന് റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. അത്യാവശ്യം നല്ലൊരു അലൈവിലുണ്ട്. ടയേഴ്സ് ആവറേജ് ആണ്. അതിൻ്റെ ബോഡി ബേസിൽ വേറെ സ്പീഡൊന്നും കാണുന്നില്ല. കൊള്ളാം, വണ്ടി ഓരോ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത്? നമുക്ക് 4,80,000 രൂപ. 4,80,000. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ നല്ല ഓപ്ഷൻസ് തന്നെ വാഹനമാണ്. ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷനാണ്. ആസ്റ്റ ഓപ്ഷനിലാണ്. ഇത് ഫോർഡ് എക്കോസ്പോർട്ട് 2013 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 1,16,000 കിലോമീറ്റർ എന്താ വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ ടൈറ്റാനിയം പ്ലസ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ലെതർ സീറ്റ്, 6 എയർ ബാഗ്, അതുപോലെ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതും 20 അബവ് മൈലേജ് ഉണ്ടാവും. 14 ലക്ഷത്തിന് മേലെ പുതിയ റേറ്റ് വന്നിരുന്ന വാഹനമാണ്. ഇറങ്ങിയ സമയത്ത് 2013 14 സംതിങ്. ഈ ടോപ്പ് എൻഡിന് ഇതിന് താഴെ വലിയ വ്യത്യാസമുണ്ട്. കാരണം 6 എയർ ബാഗ്, ലെതർ സീറ്റ്, ബട്ടൺ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ടൈറ്റാനിയം പ്ലസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര ചോദ്യം? എത്രയാ ഇത്? 1,16 ഓടിയിട്ടുണ്ട്. 1,10 ഷോറൂമിൽ നിന്ന് മേജർ സർവീസ് എല്ലാം ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ 3,70,000 രൂപയാണ് ആസ്കിയാണ്. 3,70,000. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഡീസൽ ആയതുകൊണ്ട് മൈലേജും ഉണ്ടാവും. ഒരു 20 കിട്ടും. 20 മേലെ കിട്ടും. നല്ല പെർഫോമൻസ് ഉണ്ട്. 1.5 അല്ലായിരുന്നു. അതുപോലെ വണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി. അതിന്റെ ഡോറ്, ഫ്രണ്ട് ടയേഴ്സ് രണ്ടും പുതിയ ടയേഴ്സാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പർ വരുന്നത് 3311. ഇത് ആൾട്ടോ K10 ഓട്ടോമാറ്റിക് ആണ്. 2ാമത്തെ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ വാഹനമുള്ളത്. 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപാകത വിഷയങ്ങളൊന്നുമില്ല. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ചെറിയൊരു ഓട്ടോമാറ്റിക് വണ്ടി. VXI ഓട്ടോമാറ്റിക്കാണ്. 4 ടയറും പുതിയതാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. യോക്കോമ ടയേഴ്സ് ആണ്. ബാക്ക് സൈഡ് ഒക്കെ വൃത്തിയായിട്ട് പോകണം. ഇവിടെ ഒരു ചെറിയ പോറലുണ്ട്. ചെറിയൊരു കോറിലുണ്ട്. അത് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഡോർ മൊത്തം ടച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പെയിന്റ് ക്വാളിറ്റി നഷ്ടപ്പെടണ്ടല്ലോ, അല്ലെങ്കിൽ കളർ
വ്യത്യാസം വരണ്ടല്ലോ വിചാരിച്ചിട്ട് ചെയ്യാതെ വെച്ചേക്കാണ്. കസ്റ്റമർക്ക് ഇത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, ചെയ്തിട്ട് ഡെലിവറി കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം എത്ര? ഇത് 3,55,000 രൂപയാണ് ചോദ്യം. 355. ഓക്കെ. ടയേഴ്സ് എല്ലാം മാറിയേക്കാണ്. 4 പുതിയ ടയർ, 4 യോക്കോമ ന്യൂ ടയേഴ്സ്. അത് തേയ്മാനം വന്നിട്ടാവില്ല, അതായത് കസ്റ്റമർ തന്നെ ചെയ്തതാണ്. ഇയർ ബാക്ക് ആയി ഉണ്ടാവില്ല, 15ത്തെ ടയർ ഇപ്പൊ 25 ആവില്ലേ, അപ്പൊ അതുകൊണ്ട് മാറിയതാണ്. 2016 മോഡല് വോക്സ്വാഗൺ പോളോ ഡീസലാണ്. ഇതും 2ാമത്തെ ഓൺഷിപ്പിലാണുള്ളത്. 67,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. മേജർ ആ ഭാഗത്ത് റീപ്ലേസ് ചെയ്യാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 1.5 TDI വരിക. പെട്രോളോ ഡീസൽ? ഡീസലാണ്. 1.5 TDI. ഓക്കെ. ഒരു ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് പ്രത്യേകം വന്നതാണോ അതോ ഇതിനകത്ത് തന്നെ ഉള്ളത്? കമ്പനി സിസ്റ്റമാണ്. കമ്പനി സിസ്റ്റം. ആൻഡ്രോയിഡ് എന്ന് പറയാനില്ല, കമ്പനി തന്നെ കൊടുക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ. ബാക്ക് സൈഡ് ഒക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ. ഹൈലൈനാണ് ഓപ്ഷൻ വരുന്നത്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്, 2ാമത്തെ ഓൺഷിപ്പ്. ഓക്കെ. എത്ര ചോദ്യം എത്ര? നമുക്ക് 6 ലക്ഷമാണ് ചോദ്യം. 6 ലക്ഷം. പോളോ റെഡ് അത്യാവശ്യം 16 മോഡല്. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ കിലോമീറ്റർ വളരെ കുറവ് ഓടിയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ്. ഒരു നിയർലി 20 കിലോമീറ്റർ ഒക്കെ അപ്രോക്സിമേറ്റ് മൈലേജ് കിട്ടും. ആ റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് കിട്ടും. പെർഫോമൻസ് ഉണ്ടാവും. 1.5 അല്ലേ. നമുക്കൊരു 1994 മോഡല് 540 540 സ്റ്റാലിയൻ്റെ ഹാർഡ് ടോപ്പ് വരുന്നത്. ഒറിജിനൽ ഹാർഡ് ടോപ്പാണ് ഇത്. കുറച്ച് റയറാണ് കാണാൻ. ഗവൺമെൻറ് സർവീസിൽ അങ്ങനെ വരുന്ന വാഹനമാണ് ഇത്. 2029 വരെ പേപ്പറൊക്കെ വാലിഡ് ആണ്. ഇതിന് കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ഓണർഷിപ്പും ഇതിനെ ചോദിക്കരുത്, ജെന്യൂൻ പറയാൻ പറ്റില്ല. ടൂയിലാണ് സാധനം. പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അലോയ്സ് വീതി കൂടിയ ടയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇതിന്റെ ഹാർഡ് ടോപ്പാണ് ഇതിന്റെ ഹൈലൈറ്റ്. പ്രോ പ്ലസ് എന്നുള്ള സ്റ്റാലിയന്റെ ഹാർഡ് ടോപ്പ് വന്നിരുന്നുണ്ട്. റയറാണ്. ടിൻഡൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 2,40 ചോദ്യം. എന്തെങ്കിലും കുറയോ നോക്കിയിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റം വേണമെങ്കിൽ വരുത്താം. ബാക്ക് ടയർ പുതിയതല്ലേ? ഇത് അങ്ങനെ ചെയ്തില്ല, വീൽ വെച്ചിട്ട് ചെയ്തില്ല. ഇത് സ്റ്റെപ്പിനിയും അത്യാവശ്യം നല്ല ടയർ ഇടപ്പുണ്ട്. ഫ്രണ്ട് ടയറാണ് ഇത്തിരി ഓടിയത്. ഇതിൽ പിന്നെ റീപ്ലേസ്മെന്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദ്യമില്ല. ഇതൊരു ക്ലാസിക് കാറ്റഗറിയാണ്. ഇതിപ്പോൾ സാധാ ജീപ്പ് എടുക്കുന്ന പോലെയല്ല ഇപ്പോൾ ഇതിൻ്റെ കേസ് പറയുമ്പോൾ. ഇതിപ്പോൾ ഈ ഹാർഡ് ടോപ്പ് ഇങ്ങനെ വളരെ റയറായിട്ട് വന്നിട്ടുള്ളൂ. പിജിയോട്ട് എഞ്ചിനാണ്. ഇതിപ്പോൾ ഈ കാണുന്ന ഈ ഒരു രീതിക്കായിരിക്കും കൊടുക്കുന്നത്, അതോ ഇനി എന്തെങ്കിലും ഇതിനകത്ത് പെയിന്റിങ് പണിയോ അങ്ങനെ എന്തെങ്കിലും? നിലവിൽ ഈ കണ്ടീഷനിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ സാധാരണ എടുക്കുന്നവർ കസ്റ്റമൈസ് ചെയ്യുള്ളൂ. ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ നമ്മളൊരു ആദ്യമായിട്ടൊരു വാഹനം എടുക്കാൻ വരുന്ന ഒരാൾ എടുക്കുന്ന ടൈപ്പ് വാഹനമല്ലല്ലോ ജീപ്പൊക്കെ. ഒരു വാഹനം ഉണ്ടെങ്കിൽ ഒരു ക്രൈസ് കൊണ്ട് എടുക്കുന്ന കാറ്റഗറിയാണ്. പിന്നെ അത് കംപ്ലീറ്റ്ലി ആ ഒരു ക്ലാസിക് ഫീലിൽ കൊണ്ടുനടക്കാനേ പറ്റുള്ളൂ. പഴയ വാഹനം എന്നുള്ളൊരു ഇതിലേ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റിയറിങ് പവർ സ്റ്റിയറിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയ വീലിടുമ്പോൾ എന്തായാലും മറ്റേ പ്ലേയുള്ള സ്റ്റിയറിങ് ആകുമ്പോൾ നമുക്ക് ഒടിഞ്ഞ് കിട്ടാനും ഉപയോഗിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ പവർ സ്റ്റിയറിങ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് പ്രൈസ് 2,40. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. എവർഗ്രീൻ ആയിട്ടുള്ള ജീപ്പ് എടുക്കാൻ വരെ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. കാണിച്ചു തന്ന വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. 1-2 വണ്ടികളുടെ ഗ്ലാസ്സിന് മാത്രം കംപ്ലയിൻസ് ഉണ്ട് എന്നുള്ളേ ഉള്ളൂ. അത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ, അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് എടുക്കാം. പിന്നെ 1-2 വണ്ടികൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ആ കാണിക്കാത്ത വണ്ടി വിളിച്ച് ചോദിക്കുന്ന ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്. ആ വണ്ടികൾ എന്തുകൊണ്ട് കാണിച്ചില്ല സനൂപെന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ 2 വണ്ടികൾ കണ്ടീഷൻ അത്ര നല്ലതെന്നുള്ളതുകൊണ്ട് പുള്ളി തന്നെ വേണ്ടാന്ന് വെച്ചായിരിക്കണം. പുള്ളി പറഞ്ഞു അത് എടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് എടുക്കാതെ. ബാക്കി വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്, വിശ്വസിച്ച് നമുക്ക് എടുക്കാവുന്ന വണ്ടികളാണ്. അപ്പോൾ നല്ലൊരു മെക്കാനിക്കിനെയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ